Good morning, all of you. Now we are discussing about the trading in Islamic commercial law. Trading in Islamic commercial law. Islamic commercial law അനുസരിച്ച് എന്താണ് ട്രേഡിംഗ്, എങ്ങനെയാണ് ട്രേഡിങ്, എങ്ങനെയാവണം ട്രേഡിങ്, എങ്ങനെ ഒന്നും ആവരുത് ട്രേഡിംഗ്. ഓക്കെ, ഇതാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. The growth of development takes place through the production of goods and exchange of values among the parties in the market. Trade is one of the commendable professions among innumerable lawful sources of earnings, and Islam has put a tremendous emphasis on it for the acquisition of wealth. ഏതൊരു സ്ഥലത്താണെങ്കിലും, ഏതൊരു നാട്ടിലാണെങ്കിലും, ഏതൊരു രാജ്യത്താണെങ്കിലും, ലോകത്തിന്റെ ഏത് കോർണറിലാണെങ്കിലും ആ രാജ്യത്തെ, ആ ഏരിയയുടെ, ആ നാടിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, which is depends on the production of goods and exchange of that goods between the parties in the market. That means there should be the producer, the seller and the buyer. അപ്പൊ ഏത് തരത്തിലുള്ള ഗുഡ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഏരിയയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Then trade is one of the commendable profession. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള, ഗ്രോത്ത് ഉള്ള, ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ലഭിക്കുന്ന ഒന്നാണ് ട്രേഡ് ഓർ ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഈ ബിസിനസ് നമുക്ക് പെർമിറ്റഡ് ആണ്. എങ്ങനെയുള്ള ബിസിനസ്? എല്ലാ ബിസിനസ്സും പെർമിറ്റഡ് അല്ല. നമുക്ക് പെർമിറ്റഡ് ആയതും അല്ലാത്ത ബിസിനസ്സും ഉണ്ട്. അതിൽ നമുക്ക് അനുവദനീയമായ ബിസിനസ്സിലൂടെ നമുക്ക് സമ്പാദ്യം നേടുന്നത് ഇസ്ലാം നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. Then in trade, as soon as sale agreement take place, ownership of the subject matter is transferred to the buyer, irrespective of whether he has made a cash payment or has to pay in the future according to an agreed schedule. അപ്പൊ ഒരു ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെയിൽ അഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ, അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ ആ കോൺട്രാക്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓണർഷിപ്പ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വാഹനം വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് ഒരു 5 ലക്ഷം രൂപയാണ് അതിന്റെ വില നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പോ ഒരു 50,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അവർ നമുക്ക് വാഹനം നമുക്ക് തരും. അതുപോലെ തന്നെ അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ നമ്മുടെ പേരിലാക്കിയിട്ട് തരും. ബിക്കോസ് വി ആർ ദ റിയൽ ഓണേഴ്സ്. നമ്മൾ തന്നെയാണ് അതിന്റെ ഓണേഴ്സ് ഉള്ളത്. സോ വെൻ വി ആർ return the agreement or when we are signing on the agreement of sale, then the ownership of that subject matter should be transferred as soon as possible. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഈ ട്രേഡിങ്ങിന്റെ ലീഗാലിറ്റി ഓഫ് ട്രേഡിംഗ്. Honesty in commercial dealings is more strictly enjoined by Islam than by any other religion. It is because Islam is a religion which regulates and directs life in all its departments. ഒരു രാജ്യത്തെ കൊമേഴ്സ്യൽ ഡീലിങ്സ് എന്ന് പറയുന്നത്, അതിന്റെ സത്യസന്ധത മറ്റേത് മതത്തിൽ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇസ്ലാമിൽ പറയുന്നു. ഇസ്ലാം അതിന് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇസ്ലാം which regulates and direct life in all its department. ഒരു കച്ചവടത്തിനെ മാത്രം അല്ല ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത്, അതിനെ മാത്രമല്ല റെഗുലേറ്റ് ചെയ്യുന്നത്, അതിനെ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്. ഇസ്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരാളുടെ മൊത്തം ജീവിതത്തിനെയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ കൊമേഴ്സ്യൽ ഡീലിങ്സ്, ആ വ്യക്തികളുടെ
കൊമേഴ്സ്യൽ ഡീലിങ്സ് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ഭാഗങ്ങളുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമാണ്. അല്ലാത്ത എത്രയോ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. ഈ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇസ്ലാം കൃത്യമായിട്ട് അതിന്റെ നിയമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നൊരു ഭാഗമാണ് കൊമേഴ്സ്യൽ ഡീലിങ്സ്. അതുകൊണ്ട് തന്നെ അതും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ കൃത്യതയോടെ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. Then the pious among us believe that just as nasty food spoils our physical health, similarly food earned through unlawful means spoil our spiritual and moral health. A man who lived on income derived through illicit means a fraudulent practices cannot be morally advanced and spiritually elevated. നമ്മുടെ ഈ സയന്റിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗത്തിലുള്ള എക്സ്പേർട്സ് പറയുന്നത്, നമ്മൾ മോശമായ ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും, ദോഷകരമായി ബാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ നീതിപൂർവമല്ലാത്ത, ഇസ്ലാം അനുവദിക്കുന്നതല്ലാത്ത അൺലോഫുൾ ആയിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ സമ്പാദിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ അത് നശിപ്പിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മുടെ സമ്പാദ്യം വളർത്താൻ അത് സഹായിക്കില്ല. ദെൻ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മോറൽ ഹെൽത്ത് ഓൾസോ. അങ്ങനെ ആ ഒരു രൂപത്തിൽ തെറ്റായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ, ഇസ്ലാം അനുവദിക്കുന്നതല്ലാത്ത മാർഗത്തിലൂടെ നമ്മൾ ഇൻകം ഏൺ ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് വിശ്വാസപരമായിട്ടുള്ള യാതൊരു കണ്ടന്റും അയാളിൽ ഇല്ല എന്നുള്ള രൂപത്തിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. Then if business is conducted strictly in accordance with Islamic principles of commerce, there can be absolutely no scope for any kind of commercial dishonesty, varying from simplest and most glaring type of business fraud to the most cunning and subtle type of profiteering, which is often masked under a semblance of honesty. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ബിസിനസ്സുകൾ ഫ്രോഡായിട്ടും അല്ലെങ്കിൽ ഒരു തെറ്റായ രൂപത്തിൽ അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം കൃത്യമായിട്ട് കൊമേഴ്സ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൊമേഴ്സ് നിഷ്കർഷിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ആ ബിസിനസ് കൊണ്ട് നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ പാടുള്ളൂ. ദെൻ ആ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് കൊമേഴ്സ്യൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ then there is no scope for dishonesty, there is no place for dishonesty. അവിടെ ഒരിക്കലും ഡിസോണസ്റ്റി ഉണ്ടാവില്ല. കാരണം ഡിസോണസ്റ്റി എന്നുള്ള കാര്യത്തിന് യാതൊരു സ്കോപ്പും യാതൊരു പ്ലേസും ഇസ്ലാമിക് കൊമേഴ്സ്യൽ പ്രിൻസിപ്പിളിലില്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ടുള്ള ബിസിനസ്സിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പൊ അത് ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും, എത്ര ഉന്നതമായ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാപിറ്റൽ മുടക്കിയിട്ടുള്ള വൻകിട കമ്പനികളാണെങ്കിലും ശരി, ഏറ്റവും ചെറിയ തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളാണെങ്കിലും ശരി, ഇതിലൊന്നും ഡിസോണസ്റ്റിക്ക് യാതൊരു പ്രാധാന്യമില്ല. വി ആർ ഓൾവേസ് ഫോക്കസിങ് ഓൺ honesty. And according to Imam Ghazali, a Muslim who makes, Imam Ghazali എന്ന് പറയുന്നത് ഒരു പണ്ഡിതനാണ്. A Muslim who makes up his mind to adopt trade as a profession or set up his own business should first acquire thorough understanding of the rules of business transaction, which is codified in Islamic Sharia. Without such understanding, he will go astray and fail into serious lapse, making his earning unlawful. ഇമാം ഗസാലി പറയുന്നത്, ഒരു മുസ്ലിം അയാൾക്ക് ബിസിനസ് അയാളുടെ പ്രൊഫഷനാക്കി കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അക്വയർ thorough understanding of rules of business transaction, which is codified in the Islamic Sharia. Islamic Sharia codify ചെയ്ത, Islamic Sharia specify ചെയ്ത ബിസിനസ് റൂൾസ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷന്റെ റൂള് അത് മനസ്സിലാക്കി തറോ അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിട്ട്
അതിന്റെ എല്ലാ ഏരിയകളും എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് നടത്തേണ്ടത്, വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് വിൽക്കുമ്പോൾ അതിന്റെ തൂക്കത്തിൽ അതിന് നമ്മൾ പ്രൈസ് ഈടാക്കുമ്പോൾ എല്ലാ ഏരിയയിലും നമ്മൾ ക്യാഷിന് കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത് എങ്കിൽ ഈ ഏരിയയിലൊക്കെ എങ്ങനെയാണ് ശരിയ സ്പെസിഫൈ അതിന്റെ റൂൾ പറയുന്നത് എന്ന് ആ ബിസിനസ് ചെയ്യുന്ന വ്യക്തി, ബിസിനസ് ഒരു പ്രൊഫഷനായിട്ട് തീരുമാനിച്ചുള്ള ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അല്ല എങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഹാവിങ് അൺലോഫുൾ ഏർണിംഗ്. അത് ലോഫുൾ ആയ ഏർണിംഗ് അല്ല, അൺലോഫുൾ ആയിട്ടുള്ള ഏർണിങ്ങിനാണ് അവിടെ സാധ്യതയുള്ളത്. ഓക്കെ, അതൊരിക്കലും നമുക്ക് നല്ലതല്ല, ഹാനികരമാണ്. നമ്മുടെ എന്താ പറയാ, സ്വാഭാവികമായിട്ടും ഇസ്ലാം പറയുന്നത് രണ്ട് സ്ഥലത്ത് നമുക്ക് ജീവിതമുണ്ട്. ഒന്ന് ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിതമുണ്ട്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണാനന്തര ജീവിതവും നമുക്കുണ്ട്. ഈ രണ്ട് സ്ഥലത്തും നമുക്കത് ഹാനികരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏർണിങ്സ് എല്ലായ്പ്പോഴും ലോഫുൾ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് ലോഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് ശരിയ കോഡിഫൈ ചെയ്ത റൂൾ അനുസരിച്ചാവണം നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. Then the Holy Quran has stressed the importance of fairness in business. And O my people, give full measure and weight justly, and defraud not men of their things, and act not corruptly in the land making mischief. What remains with Allah is better for you if you are believers. എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക് ശരിയയുടെ സോഴ്സ് നമ്മൾ പഠിച്ചത് ഖുറാൻ, സുന്നത്ത്, ഹദീസ് എന്നുള്ള ആ രൂപത്തിലാണ്. അപ്പൊ അതിൽ ഖുറാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബിസിനസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഖുറാനിൽ പറയുന്ന കാര്യങ്ങളാണ്, അതിന്റെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആളുകളോട് പറയാണ്, ഗിവ് ഫുൾ മെഷർ ആൻഡ് വെയിറ്റ് ജസ്റ്റ്ലി. കൃത്യമായിരിക്കണം, നീതിപൂർവമായിരിക്കണം നമ്മൾ കൊടുക്കുന്ന എല്ലാ അളവുകളും തൂക്കങ്ങളും എല്ലാം കൃത്യമായിരിക്കണം. ആൻഡ് ഡീഫ്രോഡ്, ഒരിക്കലും അതിൽ കള്ളത്തരം, വഞ്ചന, ചീറ്റിംഗ് ഒന്നും ഒരിക്കലും ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ കറപ്ഷൻസ് നമ്മൾ നടത്തുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ദോഷകരമായിട്ടാണ് ബാധിക്കുക. What remains with Allah is better for you if you are believers. ശരിക്കും നമുക്ക് നമ്മുടെ ഗോഡ് അള്ളാഹ്, അത് ഈ അള്ളാഹുടെ അടുത്ത് നമുക്ക് എന്താണോ ബാക്കിയുള്ളത്, മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നത് അള്ളാഹു എന്താണോ പ്രതീക്ഷിക്കുന്നത്, അതായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതിനനുസരിച്ചാണ് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചീറ്റിംഗ്, ഫ്രോഡ് അങ്ങനെയുള്ള സംഗതികളൊന്നും തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവാനേ പാടില്ല. Then the Holy Quran enunciate the fundamental principles of commerce as follows. ഖുറാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനിൽ, ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ ഖുറാൻ പറയുന്ന അതിന്റെ പ്രാധാന്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ടു ഗിവ് ജസ്റ്റ് മെഷർ ആൻഡ് വെയിറ്റ്. കൃത്യമായ അളവിലും തൂക്കത്തിലും ആയിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. ദെൻ രണ്ടാമത്തത്, നോട്ട് ടു വിത്ത്ഹോൾഡ് ഫ്രം പീപ്പിൾ ദ തിങ്സ് ദാറ്റ് ആർ ദെയർ ഡ്യൂ. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് ഒരിക്കലും നമ്മൾ കൈവശം വെക്കാൻ പാടില്ല. ആർക്കാണോ അർഹതപ്പെട്ടത് അത് അയാൾക്ക് നൽകുക തന്നെ വേണം. അവരുടെ നമ്മൾ പിടിച്ച്, അപ്പോഴാണ് ഇപ്പൊ തൂക്കത്തിൽ നമ്മൾ കുറവ് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് 5 കിലോ ആണ് കൊടുക്കേണ്ടത്, പക്ഷെ നമ്മളതിൽ കൃത്രിമം ചെയ്തിട്ട് ഒരു 4 കിലോ 800 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാമിന്റെ കുറവ് വരുത്തിയിട്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ വാങ്ങുന്ന വ്യക്തിക്ക് അർഹതപ്പെട്ടതാണ്. അത് നമ്മൾ കൈവശം വെക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ആ 200 ഗ്രാം അടക്കം 5 കിലോ വാങ്ങി നമ്മൾ വിൽക്കുകയാണെങ്കിൽ 5 കിലോ തന്നെ തൂക്കം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടേത് ഒരിക്കലും നമ്മൾ കൈവശം വെക്കാൻ പാടില്ല. ദെൻ തേർഡ് വൺ, നോട്ട് ടു കമ്മിറ്റ് ഈവിൾ ഓൺ ദി എർത്ത് വിത്ത് ദ ഇന്റന്റ് ഓഫ് ഡൂയിങ് മിസ്ചീഫ്. ഒരിക്കലും നമ്മൾ ദോഷകരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും നമ്മൾ ചെയ്യാൻ പാടില്ല. ദെൻ ടു ബി കണ്ടന്റഡ് വിത്ത് ദ പ്രോഫിറ്റ് ദാറ്റ് ഈസ് ലെഫ്റ്റ് വിത്ത് അസ് ബൈ ഗോഡ് ആഫ്റ്റർ വി ഹാവ് പെയ്ഡ് അതർ പീപ്പിൾ ദെയർ ഡ്യൂ. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. Then Islam, which condemns every kind of injustice and exploitation in human relations, wants its followers
to conduct business in a sublime spirit of justice, tempered with human kindness. The conduct of the seller in a transaction should be characterized not only by insaf, that means not only justice, but also by magnanimity or by ihsan. അപ്പൊ ഇസ്ലാം പറയുന്നത്, ഇസ്ലാം ഈ ഇൻജസ്റ്റിസ് എന്നുള്ളതും എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ഹ്യൂമൻ റിലേഷൻ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തെറ്റാണ്. അത് ശിക്ഷക്ക് അർഹതപ്പെട്ടതാണ്. അന്യായം ചെയ്യുക, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക എന്നുള്ളതൊക്കെ ശിക്ഷാർഹമാണ് എന്ന് ഇസ്ലാം കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്നു. മാത്രമല്ല, നമ്മൾ ജസ്റ്റിസ് നീതിപൂർവമായിരിക്കണം, അതുപോലെ ഹ്യൂമാനിറ്റി നമുക്ക് ഉണ്ടാവണം എന്നൊക്കെ. അപ്പം മാനുഷിക പരിഗണന, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം, മറ്റുള്ളവരോട് നീതി പുലർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ്സിലും കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനിലും കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം എന്നാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്. Then the Holy Prophet Muhammad sallallahu alaihi wasallam has not only disapproved of certain forms of business transaction, but has also laid down some basic conditions that should be fulfilled in every transaction if it is to be lawful. നമ്മുടെ അവസാന പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ ബിസിനസ് നമുക്ക് ചെയ്യാൻ പാടില്ല, ഡിസലൗഡ് ആയിട്ടുള്ള, ഡിസപ്രൂവ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഏതൊക്കെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തരാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നമുക്ക് അനുവദനീയമായ ബിസിനസ്സുകൾ, ആ ബിസിനസ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അതിനുള്ളത്, ആ കണ്ടീഷനും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അനുവദനീയമായ ബിസിനസ് ആണ്, അതുകൊണ്ട് അത് എങ്ങനെയും ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളതല്ല. അനുവദനീയമായ ബിസിനസ് ആണെങ്കിലും ആ കണ്ടീഷൻസ്, സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അനുവദനീയമായ ബിസിനസ്സും ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ആ കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഇവിടെ പറയുന്നത്. ഒന്നാമത്, തിങ്സ് സോൾഡ് ആൻഡ് മണി ഓഫേർഡ് ആസ് ദർ പ്രൈസ് ടു ബി ലോഫുള്ളി അക്വയർഡ്. നമ്മൾ വിൽക്കുന്ന വസ്തുക്കൾ അത് നമ്മൾ മറ്റുള്ളവരുടെ മോഷ്ടിച്ചതാവരുത്, ലോഫുള്ളി അക്വയർഡ് ആവണം. നമ്മൾ വേറെ ആരുടെയെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ മോഷ്ടിച്ചിട്ട് നമ്മൾ വിൽക്കുക, അത് ഒരു ശരിയായ മാർഗമല്ല. അപ്പൊ നേരായ മാർഗത്തിലൂടെ നേടിയത് മാത്രമേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മണി ഓഫേർഡ് ആസ് ദ പ്രൈസ്. നമ്മൾ ഇനി ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങുന്നതിന് പകരമായിട്ട് നമ്മൾ അതിന്റെ വില കൊടുക്കണം, പണം കൊടുക്കണം, അതിന് വിലയായിട്ട് പണം കൊടുക്കണം. ആ കൊടുക്കുന്ന പണവും അതുപോലെ തന്നെ നേരായ മാർഗത്തിലൂടെ നേടിയതാണ്. ഓക്കെ, നമ്മൾ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചതോ കള്ളക്കടത്ത് നടത്തിയതോ ഒന്നും ആയിട്ടുള്ള അൺലോഫുൾ ആയിട്ടുള്ള മാർഗത്തിലൂടെ ആവരുത് അങ്ങനെയുള്ളതൊന്നും നേടിയത്. ഓക്കെ, അങ്ങനെയുള്ള രൂപത്തിലായിരിക്കണം നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും. രണ്ടാമത്തെ കാര്യം, ഗുഡ്സ് നോട്ട് ടു ബി സോൾഡ് ബിഫോർ ഒബ്റ്റൈനിങ് ദെയർ പൊസഷൻ. എന്ന് പറഞ്ഞാൽ പൊസഷൻ കിട്ടുന്നതിന്റെ മുമ്പ് വിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം, നമ്മുടെ പേരിൽ അല്ലാത്ത ഒരു സാധനം, അതൊരിക്കലും നമുക്ക് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലില്ലാതെ മാത്രമല്ല, നമ്മുടെ പേരിലും അല്ല, വേറെ ആരുടെയോ ഒരു സാധനം, അത് വിൽക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ഇപ്പോ എ എന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ ബി ആണ്, സി എന്ന വ്യക്തിക്ക് അങ്ങനെ പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. അപ്പൊ നമുക്കൊരിക്കലും എയുടെ കയ്യിലുള്ള ഒരു സാധനം സിക്ക് വിൽക്കാൻ നമുക്ക് അധികാരമില്ല, അതിനുള്ള അധികാരം എക്ക് മാത്രമാണ്. Then third one, goods to be bought in the open market. Okay, എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് മാർക്കറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. Then fourth one, no trade and traffic in things, the use of which is prohibited by Islam. ഇസ്ലാം ചെയ്യാൻ, ഇസ്ലാമികപരമായിട്ട് അല്ലെ ശരിയ അനുവദിക്കാത്ത യാതൊരുവിധ പ്രവർത്തനവും ഈ ബിസിനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അത് പ്രോഹിബിറ്റ് ചെയ്തതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഈ പ്രൊഹിബിറ്റഡ് ഫോംസ് ഓഫ് ബിസിനസ്? നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് പ്രൊഹിബിറ്റഡ് ഫോംസ് ഓഫ് ബിസിനസ്. അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒന്ന്, മൊണോപ്പൊളി ഫോംസ് ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ മൊണോപ്പൊളി അനുവദിക്കുന്നില്ല. രണ്ടാമത്തത്, സ്പെക്കുലേറ്റീവ് ബിസിനസ് based on selfish interest. അല്ലെ, സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഊഹ കച്ചവടം.
അതൊരിക്കലും അനുവദിക്കുന്നില്ല. അതുപോലെ ഇൻട്രസ്റ്റ് ട്രാൻസാക്ഷൻ, നമുക്കറിയാം റിബ ഓർ ഇൻട്രസ്റ്റ്, പലിശ, അത് ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ സിമിലർ ടു ഗാംബ്ലിംഗ്, നമുക്ക് അറിയാം ഹരാർ, അതുപോലെ മൈസ്യർ പോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഹറാമാണ്, അത് ഡിസപ്രൂവ്ഡ് ആണ്, പ്രൊഹിബിറ്റഡ് ആണ്. അതുപോലെ മറ്റൊന്നാണ് മുനാബദ ആൻഡ് മുലാമസ. ദാറ്റ് മീൻസ് ദ ഇസ്ലാം റെക്കഗ്നൈസസ് ബാർട്ടർ ട്രേഡ് സബ്ജക്ട് ടു ഇൻജക്ഷൻസ് ഓഫ് ഖുർആൻ ആൻഡ് സുന്ന. നമുക്ക് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പണം കൊടുക്കേണ്ട, ഒരു പ്രോഡക്റ്റ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് പകരം മറ്റൊരു പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം. പക്ഷെ അത് കൃത്യമായിട്ട് അതിന് വാല്യൂ അനുസരിച്ചാവണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരാളടുത്ത് നിന്ന് നമ്മൾ 1 ഏക്കർ സ്ഥലം വാങ്ങി അതിന് പകരം നമ്മൾ ഒരു കമ്പ്യൂട്ടർ കൊടുത്താൽ പോരാ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ന്യായപരമായി തന്നെയാവണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് പെർമിറ്റഡ് അല്ല, പ്രൊഹിബിറ്റഡ് ആണ് എന്നർത്ഥം. ഇനി അപ്പൊ ഇപ്പൊ നമ്മൾ കുറെ കണ്ടീഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ കുറെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഫൈനലി what should be our conclusion? So we can arrive at the following conclusions. The first one, Islam insists upon absolute justice and fair play in business dealings. Islam is always giving importance on absolute justice. That means injustice is not allowed. And fair play, there should be fair play in business dealings. എല്ലാവരോടും തുല്യ നീതി പുലർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ business dealings. And another one, according to Islam, a person who sacrifices his faith and loses the good pleasure of his Lord to make a monetary gain has not made a good bargain. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം പണയപ്പെടുത്തിക്കൊണ്ട് മോണിറ്ററി ഗെയിൻ നേടുന്നത് ഒരിക്കലും ഒരു നല്ല പ്രവർത്തനം അല്ല. Then Islam regards the business or commerce as an economic activity to be carried on in a spirit of humanity and justice. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എങ്ങനെയെങ്കിലും കുറെ ലാഭം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും കുറെ സമ്പാദിക്കുക എന്ന് മാത്രം ആവരുത്. That should be include the spirit of humanity and justice also. Then it does not approve of cutthroat competition. അനാരോഗ്യമായ ഓവറായിട്ടുള്ള കോമ്പറ്റീഷൻ അത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഒരു പരിധി വിട്ട മത്സരം, ആരോഗ്യപരമല്ലാത്ത ഒരു മത്സരം, അത് ശത്രുത വളർത്താൻ വരെ കാരണമാവാറുണ്ട്. നമ്മൾക്ക് പലപ്പോഴും നേരിട്ട അനുഭവങ്ങൾ ഉള്ളതാണ്, പല മാർക്കറ്റുകളിലും ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇനി all bargains that are clenched without giving the purchaser a fair chance of examining the things are prohibited. ഇവിടെ നമ്മൾ പരസ്പരം ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആൾക്കും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാവണം. അയാൾക്ക് അതിനുള്ള എന്താ പറയാ ഒരു അവകാശം, ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായി എന്താണ് അതിന്റെ യഥാസ്ഥിതി എന്നുള്ള അറിയുന്നതിനുള്ള അവകാശം ബയർക്കും സെല്ലർക്കും ഒരുപോലെയുണ്ട്. Then forcible transactions are also discouraged. ഒരാളെയും നമ്മൾ കമ്പൽ ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് മറ്റുള്ളവരോട് നീ നിർബന്ധമായിട്ട് ഈ പ്രോഡക്റ്റ് തന്നെ വാങ്ങണം എന്ന് നിർബന്ധിക്കാൻ നമുക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ ബയറുടെ ഇഷ്ടം കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. Then Islam has prohibited traffic in wine, swine, dead bodies of animals and other goods, the use of which has been declared to be haram. That means unlawful. എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു പ്രൊഹിബിറ്റഡ് പ്രോഡക്ട്സ്, പ്രൊഹിബിറ്റഡ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഈ പറയുന്ന വൈന്, ഡെഡ് ബോഡീസ് ഓഫ് ആനിമൽസ് ഒന്നും നമുക്ക്, ആൽക്കഹോള്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പാടില്ല. ബിക്കോസ് ഓൾ ദീസ് ആർ haram according to Sharia. Then it has also forbidden trading in things that have debasing or vitiating influence on the Muslim society. ഇനി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മൊത്തമായിട്ട് മോശം ഉണ്ടാകും, നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ആ കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം സൊസൈറ്റിയെ മൊത്തമായിട്ട് ബാധിക്കും എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള
കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. ആ ബിസിനസ്സും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ്, റിക്വയർമെന്റ്സ് ഓഫ് എ വാലിഡ് സെയിൽ കോൺട്രാക്ട്. എന്താണ് ഒരു സെയിൽ കോൺട്രാക്ട്, വാലിഡ് സെയിൽ കോൺട്രാക്റ്റിന് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്? പ്രധാനമായിട്ട് 4 എലമെന്റ്സ് ആണ് ഒരു കോൺട്രാക്റ്റിനുള്ളത്. അതിൽ ഒന്നാണ് ദർ ഷുഡ് ബി എ കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ്. അത് നമ്മൾ തേർഡ് മോഡ്യൂളിൽ വളരെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. എന്താണ് അതിൽ വരുന്ന എലമെന്റ്സ് ആണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. കോൺട്രാക്റ്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടാവണം. അപ്പൊ ഓഫർ നടത്തുന്ന ആളെ നമ്മൾ ഓഫറർ എന്ന് പറയും, ആക്സെപ്റ്റൻസ് നടത്തുന്ന ആളെ നമ്മൾ ഓഫറി എന്ന് പറയും. ഈ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് മേ ബി ഐദർ ഓറൽ ഓർ വെർബൽ ഓർ ഇംപ്ലൈഡ്. ഓറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കാൽ പറയുന്നത് അല്ലെ, പിന്നെ വെർബൽ എന്ന് പറഞ്ഞാൽ ഇൻ റൈറ്റിംഗ്. ശരിക്കും നിയമത്തിന്റെ പിൻബലം ഉള്ളത് നമ്മുടെ ഇസ്ലാം ശരിയ മാത്രമല്ല, ശരിയായ സംബന്ധിച്ചിടത്തോളം ഓറൽ, വെർബൽ, ഇംപ്ലൈഡ് എല്ലാം ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഇപ്പൊ നമ്മളെ ഓരോ രാജ്യത്തെയും നിയമത്തിന് നമുക്കത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ദ ഫോം ഓഫ് റൈറ്റിംഗ്. ദെൻ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു സൂചന. നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ പറഞ്ഞു ചെയ്യണമല്ല, ഒരു പ്രവൃത്തി കണ്ടാൽ നമുക്ക് അറിയാം. ഇപ്പൊ ഒരാളെ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി വിളിച്ചു, ഇപ്പൊ നമ്മളൊരു തോട്ടം കളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ജോലിക്ക് വിളിച്ചു. സ്വാഭാവികമായിട്ടും ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കൂലി കൊടുക്കും എന്നുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ട്. അത് ഇംപ്ലൈഡ് ആണ്. അത് അയാളോട് പറഞ്ഞിട്ടില്ല, അയാളോട് എഴുതി ഒപ്പ് വാങ്ങിച്ചിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് എന്ന് പറയും. ഓക്കെ, ദെൻ സെയിൽ കോൺട്രാക്റ്റിൽ തന്നെ വരുന്ന അതിന്റെ എലമെന്റ്സിൽ വരുന്ന, കോൺട്രാക്റ്റിൽ വരുന്ന അതിന്റെ സബായിട്ട് വരുന്ന ഒന്നാണ് ഓഫർ ആക്സെപ്റ്റൻസ് പോലെ ബയർ ആൻഡ് സെല്ലർ. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടാവണം. വാങ്ങുന്നവർ ഇൻസെയിൻ ആവാൻ പാടില്ല, എന്ന് പറഞ്ഞാൽ ബുദ്ധി നീങ്ങിയവരാവരുത്. ഓക്കെ, ബുദ്ധിഭ്രമം ഉണ്ടായ ആളുകൾ ആവാൻ പാടില്ല, ബുദ്ധിയുള്ള ആളുകൾ തന്നെ ആവണം ബയറും സെല്ലറും. രണ്ടാമത്തെ കാര്യം മെച്ചർ എന്ന് പറഞ്ഞാൽ മൈനർ ആയിട്ടുള്ള ആളുകളോട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. ദെൻ അതുപോലെ കോൺട്രാക്റ്റിന്റെ തന്നെ മൂന്നാമത്തെ സബ് പോയിന്റ് ആണ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്. ദ സെയിൽ മസ്റ്റ് ബി നോൺ കണ്ടിൻജന്റ്. സെയിൽ നോൺ കണ്ടിൻജന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടീഷൻ, ഒരു സാഹചര്യം വെച്ചിട്ട് ഇങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം, ആ രൂപത്തിലാവരുത്. ഡെലിവറി ഓഫ് സോൾ കമ്മ്യൂണിറ്റി ടു ദി ബയർ മസ്റ്റ് ബി സെർട്ടൻ, ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡ് ഓൺ കണ്ടിൻജൻസി ഓർ ചാൻസ്. നമ്മൾ ഗുഡ്സ് കൊടുക്കുന്നു പറഞ്ഞാൽ അത് നമ്മൾ കൃത്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാവണം, അത് മറ്റൊരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാവരുത്. ഓക്കെ, ദെൻ അൺകണ്ടീഷണൽ കോൺട്രാക്ട്. അതുപോലെ തന്നെ ചില കേസിൽ എന്തായിരിക്കും നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് തീർത്തും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചാൻസിനെ ബേസ് ചെയ്തൊന്നും ആവരുത്. അത് നൽകും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നൽകണം, അതിനനുസരിച്ച് നമ്മുടെ പണം നമുക്ക് കിട്ടുകയും. ദെൻ അണ്ടർ റീസണബിൾ കണ്ടീഷൻ, ചില കേസിലൊക്കെ എന്തായിരിക്കും നമുക്ക് കണ്ടീഷൻ വെക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, അപ്പൊ നമ്മൾ ആളോട് പറയണം നമ്മൾ മാനുഫാക്ചറിങ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗുഡ്സ് തരാം, അതൊരു കോൺട്രാക്ട് ആണ്. അപ്പൊ ആ 1 മാസം കഴിഞ്ഞ് നമ്മൾ ഗുഡ്സ് കൊടുക്കുക. ദെൻ അണ്ടർ അൺറീസണബിൾ കണ്ടീഷൻ ബട്ട് ഇൻ മാർക്കറ്റ് പ്രാക്ടീസ്, ചിലപ്പോൾ എന്തായിരിക്കാം അൺറീസണബിൾ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെ ആയിരിക്കും. അത് സാധാരണ മാർക്കറ്റിൽ എങ്ങനെയാണോ നടന്നു വരുന്നത് ആ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അതേപോലെ സെയിൽ മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്, കഴിയുന്നതും നമ്മൾ കോൺട്രാക്ട് എഴുതിയ ഉടൻ തന്നെ സെയിൽ നടത്താൻ പറ്റുമെങ്കിൽ ആ സെയിൽ നമ്മൾ ഉടൻ തന്നെ നടത്തേണ്ടതാണ്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ എലമെന്റ് കോൺട്രാക്ട്. ഓക്കെ, ഒരു സെയിൽ കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് കോൺട്രാക്ട് ഉണ്ടാവണം. രണ്ടാമത്തത് ഗുഡ്സ് ഫോർ സെയിൽ, ദാറ്റ് മീൻസ് സബ്ജക്ട് മാറ്റർ. The subject matter of sale must exist at the time of sale. നമ്മൾ എപ്പോഴാണോ സെയിൽ ഉദ്ദേശിച്ചത്, ഇപ്പൊ 1 മാസം കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ 1 മാസം കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിർബന്ധമായിട്ടും ആ സബ്ജക്ട് മാറ്റർ, ആ വസ്തു, ആ ഗുഡ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. The subject of sale must be property of value. നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിലുള്ളതാവണം ആ സബ്ജക്ട് മാറ്റർ. And that should be usable.
ദെൻ കേപ്പബിൾ ഓഫ് ഓണർഷിപ്പ് ഓർ ടൈറ്റിൽ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാവണം. അതുപോലെ കേപ്പബിൾ ഓഫ് ഓണർഷിപ്പ്, നമ്മുടെ ഓണർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. കേപ്പബിൾ ഓഫ് ഡെലിവറി, അയാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാവണം. ഓക്കെ. ദെൻ സ്പെസിഫിക് ആൻഡ് ക്വാണ്ടിഫൈഡ്, കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാവണം. ആൻഡ് സെല്ലർ മസ്റ്റ് ഹാവ് ടൈറ്റിൽ ആൻഡ് റിസ്ക്. ഓക്കെ, സെല്ലർക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കുന്ന, ഇപ്പൊ ഇയാൾക്ക് കൊടുത്ത് വിചാരിച്ചിട്ട് വെറുതെ കൊടുത്താൽ എനിക്ക് അത് നഷ്ടം അല്ല എന്ന രൂപത്തിൽ ആവാനും പാടില്ല. ഓക്കെ. ദെൻ തേർഡ് എലമെന്റ് ഈസ് ദി പ്രൈസ്. Third element is the price. The price should be quantified. Price should be quantified. ആ പ്രൈസ് നമുക്ക് കൃത്യമായിട്ട് സ്പെസിഫൈഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് കറൻസി ഇത്ര രൂപ എന്ന് പറയുന്നത് ആ രൂപത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റുന്നതാവണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി സ്പെസിഫൈഡ് ആൻഡ് സെർട്ടൈൻ. അത് പിന്നീട് മാറ്റം വരാൻ പാടില്ല. നമ്മളിപ്പോ ഒരാളോട് സെയിൽ പറയുകയാണ്, നിങ്ങൾ നാളെ വന്നോളൂ, പ്രോഡക്റ്റ് ഞങ്ങൾക്ക് തരാം, 500 രൂപയാണ് വില എന്ന് പറഞ്ഞാൽ നാളെ വരുന്ന സമയത്ത് അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ വില എന്ന് നമ്മൾ പറയാൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി സ്പെസിഫൈഡ് ആൻഡ് സെർട്ടൈൻ. ദെൻ ലാസ്റ്റ് എലമെന്റ് ഈസ് ഡെലിവറി ഓർ പൊസിഷൻ. സോ ദി ഫസ്റ്റ് എലമെന്റ് ഈസ് contract, second element is subject matter or goods for sale, then third one is price, and fourth one is delivery or possession, നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. So the product should be physically present in front of buyer and seller, and either sometimes it may be in constructive possession. Okay, അപ്പൊ ഈ ചിലപ്പോ പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഒരു വാലിഡ് സെയിൽ കോൺട്രാക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ്. ഇനി എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് പൊസഷൻ? കൺസ്ട്രക്റ്റീവ് പൊസഷൻ മീൻസ് എ സിറ്റുവേഷൻ വേർ ദി പൊസസർ ഹാസ് നോട്ട് ടേക്കൺ ദ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദി കമ്മോഡിറ്റി, യെറ്റ് ദി കമ്മോഡിറ്റി ഹാസ് കം ഇൻ ടു ഹിസ് ഓണർഷിപ്പ്. And all the rights and liabilities of the commodity are passed on to him, including the risk of its destruction. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഒരാൾക്ക് വിറ്റിട്ട് അത് അയാളെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എ എന്ന ഒരു വ്യക്തി ബി എന്ന എ സെല്ലറാണ്, ബി ബയറാണ്. അപ്പൊ എ എന്ന വ്യക്തി ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്തു, അത് ബിയുടെ പേരിലേക്ക് മാറ്റി. പക്ഷെ ബിയുടെ കയ്യിൽ അത് എത്തിയിട്ടില്ല, ഫിസിക്കൽ ഡെലിവറി ആയിട്ടില്ല, പക്ഷെ എഗ്രീഡ് ആണ്, ഇപ്പൊ അത് ബിയുടെ പ്രോപ്പർട്ടിയാണ്, ഓക്കെയാണ്. ഇനി അതിലുള്ള എല്ലാ അധികാരങ്ങളും അതുപോലെ തന്നെ എല്ലാ ബാധ്യതകളും അത് ആ ബിയിൽ നിക്ഷിപ്തമാണ് എന്നർത്ഥം. അപ്പൊ അതിലെ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ പർച്ചേസ്ഡ് കാർ ഫ്രം ബി. ഇവിടെ എ ബയർ ആണ്, ബി ആണ് സെല്ലർ. ബി ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ കാർ ഹാസ് പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ ഗാരേജ് ടു വിച്ച് എ ഹാസ് ഫ്രീ ആക്സസ് ആൻഡ് ബി ഹാസ് allowed him to take the delivery from that place whenever he wishes. ഇപ്പോ ബി ഈ കാർ എക്ക് വിൽക്കാൻ തയ്യാറാണ്. അപ്പൊ ബി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, കോഴിക്കോട് ഒരു സ്ഥലം പറയാണ്, കോഴിക്കോട് ഇന്ന സ്ഥലത്ത് പാളയം സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഷോറൂമിൽ നിന്നും ഇന്ന സ്ഥലത്തുള്ള ഷോറൂമിൽ അത് റെഡിയാണ്, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടം വെച്ചാൽ അവിടെ നിന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. എ അതിന് എഗ്രി ചെയ്തു. അപ്പൊ അതോടുകൂടി അവിടെ സെയിൽ നടന്നു. ഇനി എ നേരെ പോയി അത് എടുത്താൽ മതി, പക്ഷെ അദ്ദേഹം അത് എടുത്തിട്ടില്ല. Thus the risk of the car has passed on to A. ഇനി അതിന്റെ എല്ലാ അധികാരങ്ങളും എ, കാരണം അത് എയുടെ പ്രോഡക്റ്റ് ആയി മാറി, അധികാരം കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ അതിലുള്ള എല്ലാ ബാധ്യതകളും അതും എയിൽ തന്നെയാണ് എന്നർത്ഥം. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദി കാർ ഈസ് ഇൻ ദി കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് എ എന്ന് പറയുന്നത്. ഇനി ഇഫ് എ സെൽസ് ദി കാർ ടു സി, അപ്പൊ ബി സെല്ലർ ആയിരുന്നു, ബി അവിടെ പോയി, ബിക്ക് ഇനി യാതൊരു ഇൻവോൾവ്മെന്റ് ഇതിലില്ല.
എന്ത് ചെയ്തു, ഈ കാറ് കൊണ്ടുപോയിട്ടില്ല, ഫിസിക്കൽ ഡെലിവറി ആയിട്ടില്ല, അത് ആ ഷോറൂമിൽ തന്നെയാണുള്ളത്. സെൽ ദി കാർ ടു സി വിത്തൗട്ട് അക്വയറിംഗ് ഫിസിക്കൽ പൊസിഷൻ. ഇത് ഇവിടുന്ന് തന്നെ അത് മറ്റൊരാൾക്ക് സിക്ക് അത് വിറ്റു, എന്നിട്ട് സി എന്ന വ്യക്തിയോട് പോയിട്ട് ആ കാർ എടുക്കാൻ പറഞ്ഞു. ദെൻ ദ സെയിൽ ഈസ് വാലിഡ്. അങ്ങനെയാണെങ്കിലും ആ സെയില് വാലിഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയയാണ് എത്തിക്സ് ഓഫ് സെയിൽ കോൺട്രാക്ട്. ഒരു സെയിൽ കോൺട്രാക്റ്റിന് ഉണ്ടാവേണ്ട എത്തിക്സ്. ഒന്ന്, ദ സബ്ജക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി എക്സിസ്റ്റിംഗ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ. നമ്മൾ സെയിൽ നടത്തുന്ന സമയത്ത്, എഗ്രിമെന്റിന്റെ സമയത്തല്ല പറയുന്നത്, സെയിൽ നടത്തുന്ന സമയത്ത് ദർ ഷുഡ് ബി ദ സബ്ജക്ട്. ഏത് വസ്തുവാണോ, ഏത് വസ്തുവിന്റെ മുകളിലാണോ, ഏത് ഗുഡ്സിന്റെ മുകളിലാണോ നമ്മൾ സെയിൽ നടത്താ എന്ന് പറയുന്നത്, ഏത് ഗുഡ്സ് ആണോ സെയിൽ നടത്താൻ, അപ്പൊ ആ സെയിലിന്റെ സമയത്ത് ആ വസ്തു നമ്മുടെ അടുത്ത് വേണം. മറ്റൊന്ന്, ദ സബ്ജക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി ഇൻ ദി ഓണർഷിപ്പ് ഓഫ് ദി സെല്ലർ അറ്റ് ദി ടൈം ഓഫ് സെയിൽ. നമ്മൾ ഈ പറയുന്ന സെയിൽ നടത്താമെന്ന് പറയുന്ന വസ്തു അത് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. നമ്മളോട് പറഞ്ഞ സെല്ലർ ആരാണോ ആ സെല്ലറുടെ ഓണർഷിപ്പിലുമായിരിക്കണം ആ പ്രോഡക്റ്റ് ഉണ്ടാവേണ്ടത്. ആൻഡ് ദ സബ്ജക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി ഇൻ ദ ഫിസിക്കൽ ഓർ കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ദി സെല്ലർ വെൻ ഹി സെൽസ് ഇറ്റ് ടു അനദർ പേഴ്സൺ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് അത് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പൊസിഷനിലോ ആയാൽ മതി. കൺസ്ട്രക്റ്റീവ് പൊസിഷൻ എന്താണ് എന്ന് നമ്മളിപ്പോ കൃത്യമായിട്ട് പറഞ്ഞു. And the sale must be instant and absolute. എപ്പോഴാണോ നമ്മൾ സെയിൽ നടത്തുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ അത് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് അടക്കം നമ്മൾ പൊസിഷൻ അടക്കം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ദ സബ്ജക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി പ്രോപ്പർട്ടി ഓഫ് വാല്യൂ. നമ്മൾ ഒരു വിലയും ഇല്ലാത്ത സാധനത്തിലായിരിക്കരുത് നമ്മൾ സെയിൽ നടത്തുന്നത്. എന്തെങ്കിലും ഒരു വാല്യൂ അതിന് ഉണ്ടായിരിക്കണം. Then the subject of sale should not be a thing which is not used except for haram purpose like pork, wine, etc. ഈ നമ്മൾ സെയിൽ നടത്തുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാവണം. ആ ഉപയോഗം ഒരിക്കലും ഹറാമിന്റെ രൂപത്തിലുള്ളതാവരുത്. ഇപ്പൊ പോർക്ക്, പന്നിമാംസം ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ അത് നമുക്ക് എന്തല്ല, ഹലാലല്ല, അല്ലെങ്കിൽ പെർമിറ്റബിൾ അല്ല, പ്രൊഹിബിറ്റഡ് ആണ്. അതുപോലെ വൈൻ ഉപയോഗിക്കുന്നവരുണ്ട്, ബട്ട് വൈൻ ഈസ് ഹറാം ഫോർ ഇസ്ലാമിക് പീപ്പിൾ ഓർ ആസ് പെർ ഷരിയ വൈൻ ഈസ് ഹറാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുഡ്സ് നമുക്ക് എന്ത് ഇല്ല, സെയില് നടത്താൻ പെർമിഷൻ ഇല്ല. അത് ഇസ്ലാമിക് കോൺട്രാക്ട് പ്രകാരം അത് പ്രൊഹിബിറ്റഡ് ആണ്. Then the subject of sale must be specifically known and identified to the buyer. അപ്പൊ നമ്മൾ വിൽക്കാൻ പോകുന്ന വസ്തു എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് അത് വാങ്ങുന്ന ആൾക്ക് അറിയണം. Then the delivery of the sold commodity to the buyer must be certain and should not be dependent on contingency or chance. സെയിൽ നടന്നു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഇത് ഡെലിവർ ചെയ്യാൻ പറ്റണം. ബയർക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ, ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റണം. ദാറ്റ് ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡ് ഓൺ ചാൻസ് ഓർ കണ്ടിൻജൻസി. അതിന് നമ്മൾ വീണ്ടും കണ്ടീഷൻ പറയുക അല്ലെങ്കിൽ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതോ ആവരുത് എന്നർത്ഥം. Ninth one, the certainty of price is necessary condition for the validity of sale. If the price is uncertain, the sale is void. Okay, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് അൺസർട്ടൈൻ ആവാൻ പാടില്ല. അങ്ങനെ അൺസർട്ടൈൻ ആണ് എങ്കിൽ യഥാർത്ഥത്തിൽ ആ സെയില് വാലിഡ് അല്ല, വോയിഡ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, the sale must be unconditional. ഓക്കെ, അൺകണ്ടീഷണൽ ആയിരിക്കണം. നോർമൽ കേസിൽ എല്ലാ സെയിലും അൺകണ്ടീഷണൽ ആവണം. കണ്ടീഷണൽ സെയിൽ എല്ലായ്പ്പോഴും ഇൻവാലിഡ് ആണ്. അപ്പൊ അതിലൊരു എക്സെപ്ഷൻ പറയുന്നത്, the condition is recognized as a part of the transaction according to the usage of trade. ചില ട്രേഡുകൾക്ക് എന്തായിരിക്കും ഈ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് നൽകാം, സെയിൽ ചെയ്യാം എന്ന കണ്ടീഷനൊക്കെ നമുക്ക് അലൗബിൾ ആണ്. ഓക്കെ, അല്ലാത്തതൊന്നും നമുക്ക് അലൗബിൾ അല്ല.